നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മധുവിധുവിനിടെ ഭർത്താവിനെ വാടക കൊലയാളികളെ ഉപയോഗിച്ച് ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നടക്കുന്ന വിവരങ്ങളാണ് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഡോർ സ്വദേശിയായ രാജ രഘുവൻഷിയാണ് 29 വയസ്സായിരുന്നു. മേഘാലയയിൽ കൊല്ലപ്പെട്ടത്. ഭാര്യ സോനം പോലീസിൽ കീഴടങ്ങി. കാമുകനായ രാജ് സിംഗ് കുഷ്വാഹയും 4 കൊലയാളികളും പിടിയിലായി. ഇവരുടെ വിവാഹത്തിന് തൊട്ടു മുന്നേ എടുത്ത ട്രാൻസിഷൻ റീൽസ് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാകുന്നുണ്ട്, പ്രചരിക്കുന്നുണ്ട്. വളരെ നോവായി ആ റീൽസ് മാറിയിരിക്കുകയാണ്. അതായത് താൻ മരണത്തിലേക്കാണ് നീങ്ങുന്നത് എന്നറിയാതെ വളരെ സന്തോഷത്തോടെ കല്യാണത്തിൽ, തീർച്ചയായിട്ടും വിവാഹ ദിവസമൊക്കെ നമ്മളെ സംബന്ധിച്ച് സന്തോഷമുള്ള ദിവസം തന്നെയാണ്. അത്തരത്തിൽ വളരെയധികം സന്തോഷവാനായിരുന്നു രാജ. വളരെ സന്തോഷത്തോടെ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. പക്ഷേ ആ വധു തന്നെ അദ്ദേഹത്തിൻ്റെ കാലത്തെയായി മാറിയ കാഴ്ച തീർച്ചയായിട്ടും വളരെ വേദനാജനകമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. യുവതി ഫോണിലൂടെ ലൈവ് ലൊക്കേഷൻ കാമുകന് ഷെയർ ചെയ്തിരുന്നു എന്നതടക്കമുള്ള കണ്ടെത്തലുകൾ പോലീസ് നടത്തിയിരിക്കുകയാണ്. കാമുകനെ ഏർപ്പാടാക്കിയ കൊലയാളികൾ ദമ്പതികൾ സഞ്ചരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ലൈവ് ലൊക്കേഷനിലൂടെയാണ് കൃത്യമായി മനസ്സിലാക്കിയത്. മെയ് 11 വിവാഹം കഴിഞ്ഞു. മധുവിധിനായി 20 മേഘാലയയിലേക്ക് ഇരുവരും എത്തിയത്. സോനം ലൈവ് ലൊക്കേഷൻ അയച്ചതനുസരിച്ച് കൊലയാളികളും പിന്നാലെ മേഘാലയയിലെത്തി. കൊലയാളികൾ മഴു വാങ്ങിയത് ഗുവാഹത്തിയിൽ നിന്നായിരുന്നു. പിന്നീട് ഷില്ലോങ്ങിൽ ദമ്പതികൾ താമസിക്കുന്ന ഹോട്ടലിനടുത്ത് മുറിയെടുത്തു. ഫോട്ടോ എടുക്കാനായി മെയ് 23 സോനം ഭർത്താവിനെ കുന്നിന് മുകളിലേക്ക് കൊണ്ടുപോയി. കൊലയാളികൾ ഇവർക്ക് പിന്നാലെ കുന്നുകയറി. കുന്നിന് മുകളിൽ എത്താറായപ്പോൾ താൻ നടന്നു ക്ഷീണിച്ചുവെന്ന് സോനം രാജയോട് പറഞ്ഞു. മാത്രമല്ല, സോനം പതുക്കെ നടക്കാൻ തുടങ്ങി. ഭർത്താവ് മുന്നിൽ നടന്നപ്പോൾ കൊലയാളികളോട് അവനെ കൊല്ല് എന്ന് സോനം നിർദ്ദേശിച്ചു. കാമുകൻ രാജ് സിംഗ് കൊലയാളി സംഘത്തിൽ ഉണ്ടായിരുന്നില്ല. ഇൻഡോറിലായിരുന്നു പദ്ധതികൾ ഇവർ ആസൂത്രണം ചെയ്തത്. എങ്ങനെ കൊലപ്പെടുത്തണം, എവിടെ വെച്ച് കൊലപ്പെടുത്തണം എന്ന കാര്യങ്ങളൊക്കെ ഇവർ ആസൂത്രണം ചെയ്തത് ഇൻഡോറിലായിരുന്നു. മെയ് 23 പൂർവ്വഗാസി ജില്ലയിലെത്തിയ ദമ്പതികളെ കാണാനില്ല എന്ന ഒരു വിവരം പ്രചരിക്കുന്നത്. പോലീസ് ആദ്യം ഒരു നിഗമനത്തിലെത്തിയത് ദമ്പതികളെ ആരെങ്കിലും അപായപ്പെടുത്തിയതാകാമെന്നായിരുന്നു. അങ്ങനെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് രാജയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ സോനത്തെയും കൊലപ്പെടുത്തിയിട്ടുണ്ടാകാം എന്ന ഒരു നിഗമനത്തിലായിരുന്നു അന്വേഷണ സംഘം. ദിവസങ്ങൾ നീണ്ടുനിന്ന അന്വേഷണത്തിലൊടുവിലാണ് സോനത്തിനെതിരെ തെളിവ് പോലീസിന് കിട്ടിയത്. മാത്രമല്ല, സോനം പോലീസിന് കീഴടങ്ങുകയും ചെയ്തു. കേസിൽ വഴിത്തിരിവായത് കാണാതായ ദിവസം രാവിലെ സോനത്തെ 3 പുരുഷന്മാരോടൊപ്പം കണ്ടതായി ഒരു ടൂറിസ്റ്റ് ഗൈഡ് പോലീസിനെ അറിയിച്ചതാണ്. കൊലയാളികളിൽ 4 പേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. 19 23 ഇടയ്ക്ക് പ്രായമുള്ള ഇവർ കുറ്റം സമ്മതിച്ചിരുന്നു. ദമ്പതികൾ വാടകയ്ക്കെടുത്ത സ്കൂട്ടർ പിറ്റേന്ന് വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ രഘുവൻഷിയുടെ മൃതദേഹം 2-ാം തീയതി വെയ്സ്ലാവ് ഡോങ് വെള്ളച്ചാട്ടത്തിന് സമീപത്തെ മലയിടുക്കിൽ നിന്ന് കണ്ടെത്തി. വെള്ളച്ചാട്ടത്തിൽ വീണു മരിച്ചതാകാം എന്നായിരുന്നു ആദ്യം കരുതിയത്. രഘുവൻഷിയുടെ സ്വർണ്ണമാല, മോതിരം ഇതൊന്നും മൃതദേഹത്തിൽ ഇല്ലായിരുന്നു. ഇതാണ് മറ്റേതെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം എന്നൊരു സംശയത്തിലേക്ക് നയിച്ചത്. അടുത്ത ദിവസം സമീപത്ത് നിന്ന് രക്തം പുരണ്ട വാക്കത്തി, 2 ദിവസത്തിന് ശേഷം മഴക്കൂട്ട് എന്നിവ കിട്ടി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് കൊലയാളി സംഘം ഒന്നൊന്നായി കുടുങ്ങിയത്. ഷില്ലോങ്ങിൽ പലയിടങ്ങളിലായി ദമ്പതികൾ കറങ്ങി നടന്നിരുന്നു. പിന്നാലെയാണ് ഇവരെ കാണാതായത്. ഇവരുടെ തിരോധാനം സംബന്ധിച്ച് പോലീസ് പല രീതിയിൽ അന്വേഷിച്ചു. പക്ഷേ ഒരു തുമ്പ് പോലും കിട്ടിയില്ല. ഒടുവിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള അന്വേഷണത്തിലാണ് രാജയുടെ മൃതദേഹം വെള്ളച്ചാട്ടത്തിനടിയുള്ള മലയിടുക്കിൽ കണ്ടെത്തിയത്. തുടർന്ന് ഭാര്യയ്ക്കായുള്ള അന്വേഷണത്തിലായി പോലീസ്. സോനവും കൊല്ലപ്പെട്ടിരിക്കാമെന്ന സാധ്യതയിലേക്കായിരുന്നു അന്വേഷണം നീണ്ടത്. ഇതിനിടെ തന്റെ സഹോദരി മരിച്ചിട്ടില്ലെന്നും കൊല്ലപ്പെട്ടതുപോലെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നതെന്നും വിമർശിച്ച് സോനത്തിന്റെ സഹോദരൻ രംഗത്ത് വന്നു. പഴുതുകളടച്ചുള്ള പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളായിരുന്നു. കൊല്ലപ്പെട്ടെന്ന് കരുതിയ ഭാര്യ കൊലയാളിയായി. കാമുകനും വാടക കൊലയാളികളും ഒന്നൊന്നായി കീഴടങ്ങുകയും ചെയ്തു. തീർച്ചയായിട്ടും മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന സംഭവങ്ങൾ, അതായത് ഭാര്യ എത്ര ക്രൂരയാണ് എന്ന് തെളിയിക്കുന്ന ഓരോ വിവരങ്ങളാണ് ഓരോ മണിക്കൂറും പിന്നീട് പുറത്തേക്ക് വന്നത്. മെയ് 20 ഇരുവരും ഇൻഡോറിൽ നിന്ന് ബംഗളൂരു വഴി ഗുവാഹത്തിയിലെത്തി കാമക്യ ക്ഷേത്രം ഉൾപ്പെടെ സന്ദർശിച്ചു. തുടർന്ന് 21-ാം തീയതി വൈകിട്ട് 6 മണിയോടെ മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലെത്തി. അവിടെ ബാലാജി ഗസ്റ്റ് ഹൗസിൽ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഇരുവരും കീറ്റ് റോഡിലൂടെ ഒരു സ്കൂട്ടി വാടകയ്ക്കെടുത്ത് കറങ്ങാൻ തീരുമാനിച്ചു. 3 ദിവസത്തിനകം തിരിച്ചെത്തുമെന്നും ആവശ്യമെങ്കിൽ വിളിക്കാമെന്ന് ഗസ്റ്റ് ഹൗസ് മാനേജർ അറിയിച്ച് ഇരുവരും നേരെ ചിറാപുഞ്ചിയിലേക്ക് വണ്ടി വിട്ടു. അന്ന് വൈകിട്ട് ഈസ്റ്റ് ഗാസി ഹിൽസിലെ മൗലിയാത്ത് ഗ്രാമത്തിലെത്തി. പാർക്കിംഗ് സ്ഥലത്ത് സ്കൂട്ടി വെച്ച് ട്രക്കിങ്ങിന് പോയി ഒരു ഹോം സ്റ്റേയിൽ താമസിച്ചു. പ്രാദേശിക ടൂറിസ്റ്റ് ഗൈഡും കൂടെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഹോം സ്റ്റേയിൽ നിന്ന് മടങ്ങിയ ദമ്പതിമാർ മൗൽആഗിയിൽ തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഗൈഡ് കൂടെ ഉണ്ടായിരുന്നില്ല. പിന്നാലെ ഇരുവരെയും കാണാതാവുന്നതിന് മുമ്പ് സോനം രാജൻ അമ്മയെ വിളിച്ച് യാത്രാ വിവരങ്ങളൊക്കെ അറിയിച്ചിരുന്നു.
പിന്നീട് രണ്ടുപേരുടെയും ഫോണുകൾ ലഭ്യമല്ലാതായി. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. 24 മണിക്കൂർ കഴിഞ്ഞ് ഈസ്റ്റ് ഗാസി ഗ്രാമത്തിൽ ഇവർ സഞ്ചരിച്ച സ്കൂട്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. താക്കോൽ വാഹനത്തിൽ തന്നെ ഘടിപ്പിച്ച നിലയിലായിരുന്നു. ഇതും സംശയത്തിലേക്ക് നയിച്ചു. സ്കൂട്ടി ഉടമയെ കണ്ടെത്തിയ പോലീസ് ആ വഴിക്ക് അന്വേഷണം നടത്തി. പക്ഷെ ഒരു വിവരവും കിട്ടിയില്ല. പലയിടത്തും അന്വേഷണം നടന്നു. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. 10 ദിവസത്തിന് ശേഷം ബെയ്സാങ്ഡോങ് വെള്ളച്ചാട്ടത്തിന് സമീപം നടത്തിയ ഡ്രോൺ പരിശോധനയിലാണ് രാജയുടെ മൃതദേഹം 100 അടി താഴ്ചയുള്ള മലയിടുക്കിൽ അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. വലത് കൈയിലെ രാജ എന്ന പേരുള്ള ടാറ്റുവും സ്മാർട്ട് വാച്ചുമാണ് മൃതദേഹം തിരിച്ചറിയാൻ സഹായകമായത്. സോനുവും കൊല്ലപ്പെട്ടിരിക്കാമെന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. 2 ദിവസം കഴിഞ്ഞ് സോനം ധരിച്ചിരുന്ന മഴക്കോട്ട് കൂടി കണ്ടെത്തിയതോടെ പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കുകയായിരുന്നു. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ആൽബർട്ട് പിഡെ എന്ന ടൂറിസ്റ്റ് ഗൈഡ് നൽകിയ മൊഴിയാണ് കേസിൽ വഴിത്തിരിവായത്. മെയ് 23-ന് ഇരുവരെയും കാണാതായ ദിവസം 3 പുരുഷന്മാർക്കും ദമ്പതികളെ കണ്ടെന്ന് ഇദ്ദേഹം മൊഴി നൽകി. രാജയും മറ്റു 3 പുരുഷന്മാരും മുന്നിലും സ്ത്രീ പിന്നിലായിരുന്നെന്നും ഇദ്ദേഹം പറഞ്ഞിരുന്നു. അവർ ഹിന്ദിയിലാണ് സംസാരിച്ചിരുന്നതെന്നും അതിനാൽ ഒന്നും മനസ്സിലായില്ലെന്നും അദ്ദേഹം പോലീസിനോട് പറഞ്ഞു. പിന്നീട് ആ 3 പേർ ആരെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ്. ഇതിനിടെ രാജയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ആഴത്തിലുള്ള 1-ലധികം മുറിവുകൾ ശരീരത്തിലുള്ളതായും തലയുടെ മുൻവശത്തും പിൻഭാഗത്തും മാരകമായ മുറിവുണ്ടായിരുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. മരം മുറിക്കാൻ ഉപയോഗിക്കുന്നത് പോലുള്ള ഉപകരണം കൊണ്ടായിരിക്കണം കൊലപ്പെടുത്തിയതെന്നും പോലീസ് വ്യക്തമാക്കി. സമാന്തരമായി സോനത്തിന്റെ കോൾ റെക്കോർഡുകൾ വഴിയും അന്വേഷണം നടത്തി. ഇതോടെ രാജ് കുശാഹ എന്ന ആളുമായി സോനം പതിവായി ബന്ധപ്പെടുന്നുവെന്ന് കണ്ടെത്തി. ഇതോടെ അയാളെ കണ്ടെത്താനുള്ള ശ്രമമായി പോലീസ്. സോനത്തിന്റെ സഹോദരന്റെ കടയിലെ ജോലിക്കാരനായിരുന്നു രാജ് കുശ്വാഹ. സോനുവും കുശാഹയും തമ്മിൽ ഏറെ നേരം ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നുവെന്ന് കുടുംബം വ്യക്തമാക്കി. ഇതിനിടെ ലളിത്പൂരിൽ വെച്ച് നേരത്തെ ദമ്പതിമാർക്കൊപ്പമുണ്ടായിരുന്നവരിലെ ആകാശ് രജപുത് എന്നയാളെ പിടികൂടി. വിശാൽ രാജ് കുശാഹ എന്നിവരെ ഇൻഡോറിൽ വെച്ചും പിടികൂടി. ആനന്ദ് എന്നയാളെ സാഗറിൽ നിന്നും അറസ്റ്റ് ചെയ്തു. രാജ് കുശ്വാഹയാണ് കൊലപാതകത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രമെന്ന് പോലീസ് കണ്ടെത്തി. മാത്രമല്ല കൊല നടത്തി മേഘാലയയിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് മുങ്ങിയതായിരുന്നു സോനം. രാത്രി 1 മണിയോടെ അവിടെ ഒരു തട്ടുകടയിലെത്തി ഉടമയോട് ഒരു കോൾ ചെയ്യുന്നതിന് ഫോൺ ആവശ്യപ്പെട്ടു. കുടുംബത്തെ വിളിച്ച് കരഞ്ഞ് എന്തൊക്കെയോ ഈ പെൺകുട്ടി സംസാരിച്ചുവെന്ന് ഈ കടയുടമ സാഹിൽ യാദവ് കണ്ടു. അത് പോലീസിനോട് പറഞ്ഞു. അതും വളരെയധികം നിർണായകമായി കേസിൽ മാറി. തുടർന്ന് കുടുംബാംഗവുമായി സംസാരിച്ച ശേഷം അവൾ നിൽക്കുന്ന സ്ഥലം അവർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പിന്നാലെ സഹോദരൻ വിളിച്ച് അവൾ അവിടെയുള്ളതായി പോലീസിൽ അറിയിക്കാൻ ആവശ്യപ്പെട്ടെന്നും സാഹിൽ പറയുന്നു. തുടർന്ന് സോനം സ്വമേധയാ കീഴടങ്ങുകയായിരുന്നു. അതിക്രൂരമായ കൊലപാതകമാണ് നടന്നത്. പുറത്തു വരുന്നതെല്ലാം നടക്കുന്ന വിവരങ്ങളാണ്.